ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാലോ. അപ്പോൾ അതിനായി ഞാൻ ദാ ഇവിടെ കൂമ്പ് അരിഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട്. അതിലെ കറയെല്ലാം മാറ്റാൻ വേണ്ടി ഒരു എളുപ്പ വഴിയുണ്ട്. 2 ഈർക്കിലെടുത്ത് ഒടിച്ച് വെച്ച് അതിലെ കറയെല്ലാം മാറ്റാം. അപ്പോൾ ഇത് വൃത്തിയാക്കി തരുന്നത് എൻ്റെ അമ്മൂമ്മയാണേ. അങ്ങനെ കൂമ്പ് അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുക്, വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം 2 സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് ചേർക്കുന്നത് നല്ല രുചി കിട്ടാനാണ്. അങ്ങനെ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കൂമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് തോരനിൽ ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയാണ് തിരുവിയെടുത്തത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചതൊന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ച് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ.